ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ജയപാൽ സുകുമാരൻ. നമ്മൾ വീണ്ടും ഒരു വീഡിയോയും കൂടെ ആയിട്ട് വരികയാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു വളരെ വേറിട്ട സ്പെഷ്യലായ എല്ലാവർക്കും ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരു മിനിയേച്ചർ ബസ്സാണ്. ഈ ഒരു മിനിയേച്ചർ ബസ്സിൻ്റെ ഒറിജിനൽ എന്ന് പറയുന്നത് നമ്മുടെ പ്രകാശ് ബോഡിയുടെ പഴയ ആ ഒരു സഫാരി BMR ഫ്രണ്ട് പോർഷൻ വരുന്ന ഒരു പഴയ മോഡൽ വണ്ടിയാണ്, ടൂറിസ്റ്റ് ബസ്. അപ്പോൾ ഈ ഒരു ടൂറിസ്റ്റ് ബസ് എനിക്ക് ഓർഡർ തന്നത് പിറവം സ്വദേശിയായ ഗോൽവിൻ ബ്രോ എന്ന ആളാണ്. അദ്ദേഹം പ്രവാസിയാണ്, ഇപ്പോൾ നാട്ടിലുണ്ട്. അദ്ദേഹത്തിൻ്റെ മാരേജൊക്കെ ആയിരുന്നു. അപ്പോൾ അതിനായിട്ട് അദ്ദേഹം നാട്ടിൽ വന്നു. വരുമ്പോൾ തിരികെ പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ അവരുടെ തന്നെ വണ്ടിയായ സിൻസിയർ എന്ന പേരുള്ള ടൂറിസ്റ്റ് ബസ് നിർമ്മിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെയാണ് നമ്മളിത് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ മിനിയേച്ചർ നിർമ്മിച്ച് ഇന്ന് നമ്മളത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പിറവത്ത് കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ വണ്ടി വർക്കെല്ലാം തീർത്തിട്ടുണ്ട്. നമുക്കതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും ആ വണ്ടിയുടെ ഡീറ്റെയിൽസും കൂടെ ഒന്ന് പറയാം. കാരണം ഈ BMR മോഡൽ വണ്ടികൾ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾക്ക് കാണാം. എങ്കിലും അതിൻ്റെ അളവുകൾ ഡീറ്റെയിൽസ് വളരെ കുറവായിട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അധികം ഡീറ്റെയിൽസ് ഇട്ടില്ല. ഒരുപാട് മിനിയേച്ചർ പ്രേമികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ അളവുകളും ഡീറ്റെയിൽസും ചോദിച്ചുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പാർട്ടിൽ നമുക്കതിൻ്റെ അളവുകളും ഡീറ്റെയിൽസും കൂടെ ഞാൻ ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ചെയ്യാമല്ലോ. ഓക്കെ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ടെറസിൽ ഒരല്പം വെയിൽ കൊണ്ടുകൊണ്ട് നമ്മുടെ ടൂറിസ്റ്റ് ബസ് റെഡി ആയിട്ടിരിപ്പുണ്ട്. ഇപ്പോൾ വീടിൻ്റെ ടെറസിലാണ്. അപ്പോൾ നമ്മുടെ ആള് ഇതാണ്. ഓക്കെ. അപ്പോൾ എനിക്ക് പിറവം സ്വദേശിയായ ഗോൽവിൻ ബ്രോ, അദ്ദേഹത്തിൻ്റെ പേര് ഒരു വ്യത്യസ്തമായ പേരാണ്, ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആ ഒരു മിനിയേച്ചർ അദ്ദേഹം ആവശ്യപ്പെട്ട പ്രകാരം സിൻസിയർ എന്ന പേരുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ബസ് പഴയ മോഡലാണ്. ആ ഒരു മോഡൽ ബസ് ചെയ്ത് ഫിനിഷ് ചെയ്യാൻ കഴിഞ്ഞു. ഇന്ന് നമ്മളത് അദ്ദേഹത്തിന് കൊടുക്കാൻ വേണ്ടി പിറവം പോവുകയാണ് വൈകുന്നേരം. ഇതാണ് നമ്മൾ ചെയ്ത സിൻസിയർ എന്ന് പറഞ്ഞ ആ ഒരു പ്രകാശിൻ്റെ പഴയ മോഡൽ ബസ്. അപ്പോൾ ഇത് ഞാൻ ചെയ്തിരിക്കുന്നത് 13 സെൻറ്റിമീറ്റർ വീതിയിലും അതിനനുസരിച്ചിട്ടുള്ള നീളത്തിലുമാണ്. അപ്പോൾ അളവും ഡീറ്റെയിൽസും ഞാനൊന്ന് പറയാം. ആദ്യം നമുക്ക് ഈ വണ്ടിയുടെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഇതതിൻ്റെ സൈഡ് പോർഷനാണ്. ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു പിങ്ക് റെഡ് കളർ, അത് നമ്മൾ ഇനാമൽ പെയിൻറ്റ് സ്പ്രേ പെയിൻറ്റ് ചെയ്തിരിക്കുന്നതാണ്. നമ്മളത് ചെയ്തത് ഓൾറെഡി PU പ്രൈമർ കോട്ട് അടിച്ച് അതിന് പുറത്തൊരു ബേസ് കോട്ട് വൈറ്റ് അടിച്ച് അതിന് പുറത്താണ് ഈ ഒരു റെഡ് പിങ്ക് അടിച്ചിരിക്കുന്നത്. കാരണം നമ്മൾ പ്രൈമർ അടിച്ചതിന് ശേഷം റെഡ് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് മങ്ങിപ്പോവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ബേസ് കോട്ടായിട്ട് വൈറ്റ് കോട്ട് അടിച്ചിരിക്കുന്നത്. അങ്ങനെ വൈറ്റ് കോട്ടും കൂടെ അടിച്ചതിന് ശേഷമാണ് ഈ ഒരു പിങ്ക് റെഡ് നമ്മൾ അടിച്ചിരിക്കുന്നത്. ഈ പിങ്ക് റെഡ് അടിച്ചതിന് ശേഷം അതിൻ്റെ പുറത്തായിട്ട് നമ്മൾ ഈ ഒരു കർവായിട്ടുള്ള ലൈൻസ്, അതായത് യെല്ലോ, വൈറ്റ്, ഗ്രീന്, ആ ഒരു ലൈൻസ് വന്നിരിക്കുന്നത് കർവ് ലൈൻസ് നമ്മൾ സ്റ്റിക്കറാണ് ചെയ്തിരിക്കുന്നത്. സിൻസിയർ എന്നുള്ള പേരും സ്റ്റിക്കറാണ്. ആ ഒരു ഈ ഒരു കൈയുടെ ഒരു പോർഷൻ അത് ഞാൻ വരച്ച് വെട്ടിയെടുത്തിരിക്കുന്നതാണ് സ്റ്റിക്കറിൽ. അപ്പോൾ ഇതൊക്കെയാണ് വണ്ടിയുടെ ഒരു ഡീറ്റെയിൽ കാണാവുന്നത്. ഇതിപ്പോൾ നമ്മുടെ ഡ്രൈവർ സൈഡാണ്. അപ്പോൾ ഫുള്ളി എയർ സസ്പെൻഷൻ എന്ന് പറഞ്ഞ ഒരു എഴുത്തൊക്കെ ആ വണ്ടിയിൽ വന്നിട്ടുണ്ട്. എമർജൻസി എക്സിറ്റും ഉണ്ട്. അപ്പോൾ അദ്ദേഹം എനിക്ക് തന്ന ഫോട്ടോ മാത്രമാണ് എൻ്റെ ആകെയുള്ള റെഫറൻസ്. വണ്ടി ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഈ വണ്ടി ഒറിജിനലായിട്ട് കണ്ടിട്ട് പരിചയമുള്ളവർക്ക് ചിലപ്പോൾ എന്തെങ്കിലും കുറവുകളോ കുറ്റങ്ങളോ തോന്നിയാൽ സദയം ക്ഷമിക്കുക. കാരണം നമ്മളൊരു ഫോട്ടോ മാത്രം നോക്കി പ്രകാശിൻ്റെ ആ ഒരു പഴയ മോഡൽ ബസ്സുകൾ ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റേതായ എന്തെങ്കിലും പോരായ്മകളൊക്കെ ചിലപ്പോൾ വന്നെന്ന് വരാം. ഇതാണ് ബാക്ക് പോർഷൻ. അതിലും അവരുടെ ഫോൺ നമ്പറും സിൻസിയർ എന്നുള്ള ആ ഒരു പേരും സ്ഥലവും, അരക്കുന്നം എന്നാണ് ആരക്കുന്നം, എറണാകുളം ഡിസ്ട്രിക്റ്റാണ് എഴുതിയിരിക്കുന്നത്. പിറവത്തിനടുത്തുള്ള സ്ഥലമാണ്.
അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ ആ ഒരു ലുക്ക്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ എൻ്റെ വണ്ടി കണ്ടു കാണും. അപ്പോൾ നമ്മൾ ചെയ്ത പ്രകാശിൻ്റെ പഴയ മോഡൽ ആ ഒരു ടൂറിസ്റ്റ് ബസ്സിൻ്റെ മിനിയേച്ചർ ബസ്സാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ചെയ്ത ഡീറ്റെയിൽ എല്ലാം പറഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ അളവുകൾ നോക്കാം. ഓൾറെഡി പ്രകാശിൻ്റെ സെഡോൺ ബസ്സാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഓർഡർ വർക്ക് ചെയ്തിട്ടുള്ളത്. എനിക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത് സെഡോണാണ്. ഇതിന് മുൻപ് നമ്മൾ ഏകദേശം എനിക്ക് തോന്നുന്നത് 5 or 6 ഈ മോഡൽ, അതായത് ഈ പ്രകാശിൻ്റെ സഫാരി ഫ്രണ്ട് ഗ്രാൻഡ് BMR അല്ലെങ്കിൽ ആ ഒരു ശ്രേണിയിൽ വരുന്ന സഫാരി മോഡൽ ബസ്സുകൾ, അതായിരുന്നല്ലോ ഏറ്റവും കൂടുതൽ പണ്ടത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള പ്രകാശിൻ്റെ ആ ഒരു തനതായ സ്റ്റൈലിൽ വന്നിരുന്ന ടൂറിസ്റ്റ് ബസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടി വരുന്ന ആ ഒരു വണ്ടി അതായിരുന്നു. അപ്പോൾ ഞാനത് ശരിക്കും പറഞ്ഞാൽ കാർഡ്ബോർഡിൽ നിർമ്മിച്ചിട്ടുണ്ട്. എൻ്റെ ഓർമ്മയിൽ നമ്മുടെ ഈ സൺബോർഡ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, അതുപയോഗിച്ചും ചെയ്തതായിട്ട് ഓർക്കുന്നു. അത് ശരിക്കും അന്നത്തെ മോഡലിലൊക്കെ ഏതോ വണ്ടികളൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ചെയ്ത മോഡൽ ഓർഡർ വർക്കൊന്നുമല്ല, അല്ലാതെ തന്നെ ചെയ്തതാണ്. ഇപ്പോൾ അതൊക്കെ നശിച്ചു പോയിട്ടുണ്ടാവും. എൻ്റെ ഒരു ഓർമ്മയിൽ ഞാൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ കോട്ടയത്ത് വളരെ ഫേമസ് ആയൊരു ബസ്സുണ്ട്, സെൻറ്റ് ജൂഡ് എന്ന് പറഞ്ഞൊരു ബസ്. എൻ്റെയൊക്കെ ഒരു കുട്ടിക്കാലത്തുള്ള ഏറ്റവും നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഒരു ഫേമസ് ബസ്സാണ് സെൻറ്റ് ജൂഡ്. അതുപോലെ നമ്മുടെ മെഡിക്കൽ കോളേജ് ഭാഗത്ത് കുടമാളൂരുള്ള നമ്മുടെ എക്സ്പോ എന്ന് പറഞ്ഞൊരു ബസ്സുണ്ട്. ഇത് രണ്ടും, പിന്നെ പാലായിൽ അഞ്ജലി ട്രാവൽസ് എന്ന് പറഞ്ഞൊരു ബസ്സുണ്ട്, അവരുടെ ഒരു ബസ്സും ഒക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ഒരു മോഡൽ ചെയ്തിട്ടുള്ളത്. പിന്നെ നിങ്ങളെൻ്റെ സോഷ്യൽ മീഡിയയിൽ, അതായത് ഫേസ്ബുക്ക്, വാട്സപ്പ് അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോയിലും ഇതിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ DJs എന്നുള്ള പേരിൽ ഒരു ബസ് ചെയ്തിട്ടുണ്ട്. അത് ഒരു ഓർഡർ വർക്കായിരുന്നു. അത് നമ്മുടെ ഗുരുവായൂർ സ്വദേശി എൻ്റെ അടുത്ത് വാങ്ങിയിട്ടുണ്ട്. അത് DJs എന്നുള്ള പേരിലാണ് ഞാൻ വണ്ടി ചെയ്തത്. പിന്നീട് അത് അദ്ദേഹത്തിന് വേണ്ടി പേര് മാറ്റി കൊടുത്തിട്ടുണ്ടായി. അപ്പോൾ അത് ആണ് ഞാൻ ലാസ്റ്റ് ചെയ്ത ഈ ഒരു സഫാരി ഫ്രണ്ടുള്ള വണ്ടി. അപ്പോൾ അതിനൊക്കെ ശേഷം പിന്നെ ഓർഡർ വർക്കുകൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഈ പ്രകാശിൻ്റെ ഈ മോഡൽ വണ്ടികൾ ഓർഡർ അധികം വന്നിട്ടില്ല. ഏറ്റവും കൂടുതൽ സെഡോൺ വണ്ടികളാണ് ചെയ്തത്. കാരണം സെഡോണിൻ്റെ ഒരു തരംഗമായിരുന്നല്ലോ. പിന്നെ അതുകൊണ്ട് തന്നെ പിന്നീട് വന്ന വണ്ടികൾ എല്ലാം സെഡോണിൻ്റെ മോഡൽ വണ്ടികളും അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് വണ്ടികളാണ് കൂടുതൽ വന്നിട്ടുള്ളത്, ഓർഡർ വർക്കുകൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പിന്നീട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഈ ഒരു മോഡൽ ചെയ്യുന്നത്. എന്തായാലും ഗോൽവിൻ ബ്രോയ്ക്ക് അതിൻ്റെ ഒരു സല്യൂട്ട്. എന്തായാലും ഈ ഒരു ഓർഡർ, ഇത്രയും നല്ലൊരു ഓർഡർ തന്നതിന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ആവശ്യം ഞാൻ എന്നാൽ കഴിയുന്ന വിധം നിർവഹിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്കും ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, അഭിപ്രായങ്ങൾ പറയുക. പിന്നെ എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് തുറന്നു പറയാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ വണ്ടി എൻ്റെ കയ്യിലെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, 13 സെൻറ്റിമീറ്റർ വീതിയുള്ള നമ്മൾ സാധാരണ ഓർഡർ വർക്ക് ഞാൻ സ്ഥിരമായിട്ട് ചെയ്തു കൊടുക്കുന്ന ആ ഒരു സൈസിൽ തന്നെയാണ് ഈ വണ്ടിയും ചെയ്തിരിക്കുന്നത്. കാരണം ഒരു ഷോക്കേസ് പീസാണ്, അങ്ങനെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വണ്ടിയുടെ എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഒരു വലിപ്പവും ഡീറ്റെയിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇനി ഞാനിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നീളവും വീതിയും പൊക്കവും ഒക്കെ കൃത്യമായിട്ട് പറയാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതിനു മുമ്പ് എൻ്റെ വീഡിയോകൾ ശ്രദ്ധിച്ചിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, നമ്മൾ സെഡോണിൻ്റെ അളവുകൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സെഡോണും ഈ ഒരു മോഡൽ വണ്ടികളും തമ്മിൽ ആകെ ഒരേ ഒരു വ്യത്യാസമേ ഉള്ളൂ, ഇതിൻ്റെ പൊക്കം. കാരണം സെഡോണും ഈ ഒരു മോഡൽ വണ്ടികളെല്ലാം പ്രകാശിൽ നിന്ന് ഇറങ്ങുന്നത് ഒരേ ചേസിൽ തന്നെയാണ്. അപ്പോൾ ചേസിൻ്റെ നീളം എന്ന് പറയുന്നത്, അതായത് വീൽ ബേസ് 210 വൈക്കിംഗ് മോഡൽ വണ്ടിയാണ്. അപ്പോൾ 210ൻ്റെ വീൽ ബേസ്, റിയർ ഓവർ ഹാങ്, ഫ്രണ്ട് ഓവർ ഹാങ് ഒക്കെ സെയിം ആയിരിക്കും. ആകെ വ്യത്യാസം എന്ന് പറയുന്നത് പൊക്കമാണ്. അപ്പോൾ ആ പൊക്കം എന്ന് പറയുന്നത് എവിടെയാണ് വ്യത്യാസം വരുന്നതെന്ന് പറഞ്ഞാൽ, ഈ ടോപ്പിൽ നിന്നും ഈ ക്വാർട്ടർ ഗ്ലാസും ഈ ഒരു സ്ലൈഡിങ് ഗ്ലാസും അതിന് താഴെയുള്ള ഈ ബീഡിങ് വരെ ലൈൻ, വ്യക്തമാണെന്ന് വിചാരിക്കുന്നു, ബീഡിങ്, ഈ ഒരു ബീഡിങ് ലൈൻ വരെ നമുക്ക് ഒരേ പൊക്കം തന്നെയാണ്. സെഡോണിനും ഇതിനൊക്കെ സെയിമാണ്. അവിടെ നിന്നും താഴോട്ടുള്ള പൊക്കമാണ് സെഡോണിന് വ്യത്യാസവും ഇതിന് കുറവും അതിന് കൂടുതലുമായിട്ട് വരുന്നത്. അതായത് ഇതിന് നമുക്ക് വരുമ്പോൾ കറക്റ്റ് 4.5 സെൻറ്റിമീറ്ററാണ് ബീഡിങ്ങിൻ്റെ ടോപ്പ് വരെ വരേണ്ടത്. അതായത് നമുക്ക് ഈ മോഡൽ വണ്ടിയുടെ ഒറിജിനൽ പൊക്കം ഈ ബീഡിങ്ങിൻ്റെ ടോപ്പ് വരെ 90 സെൻറ്റിമീറ്ററാണ്. അപ്പം നമ്മൾ ഈ 13 സെൻറ്റിമീറ്ററിലേക്ക് വരുമ്പോൾ അത് 4.5 സെൻറ്റിമീറ്ററായിട്ട് വരും. ഇത് സെഡോണിൻ്റെ അളവിൽ വരുമ്പോൾ ഈ ഒരു അടിയിൽ നിന്നും ഈ ബീഡിങ്ങിൻ്റെ ടോപ്പ് വരെ 102 സെൻറ്റിമീറ്ററാണ്.
അപ്പോൾ 102 എന്ന് പറയുമ്പോൾ നമുക്ക് 5.1 സെൻറ്റിമീറ്ററാണ് നമ്മൾ 13 സെൻറ്റിമീറ്റർ വീതിയിൽ ചെയ്യുമ്പോൾ എടുക്കുന്നത്. അപ്പോൾ ആ ഒരു വ്യത്യാസം മാത്രമേ വണ്ടിയുടെ പൊക്കത്തിലും ഇതിലൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മൾ നീളം ഓൾറെഡി നമ്മൾ 13 സെൻറ്റിമീറ്ററൊക്കെ ഡീറ്റെയിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. എങ്കിലും ഞാൻ ഒന്നുകൂടി പറയാം. ബമ്പർ ടു ബമ്പർ നീളം എന്ന് പറയുന്നത് നമുക്ക് 52.7 സെൻറ്റിമീറ്റർ നീളം ഇപ്പോൾ ഇതിന് വന്നിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ഈ ഫ്രണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഫ്രണ്ടിലെ ബമ്പർ പോർഷൻ, അതായത് ഗ്രില്ലിന് താഴെ ബമ്പർ പോർഷൻ ഒരല്പം പ്രൊജക്റ്റ് ചെയ്തിട്ട് നിൽക്കുന്ന ടൈപ്പാണ് ഈ ഒരു മോഡൽ വണ്ടിക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പ്രൊജക്ഷൻ്റെ നീളം കൂടെ ചേർത്താണ് ഞാൻ 52.7 പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ടോപ്പ് വീതി എന്ന് പറയുന്നത് നമുക്ക് സെഡോണിനേക്കാളും കുറവായിരിക്കും. അപ്പോൾ ഇത് 10.8 സെൻറ്റിമീറ്റർ ഇതിൻ്റെ ടോപ്പുള്ളൂ. സെഡോണിന് കുറച്ചുകൂടെ കൂടുതൽ വരും. കാരണം ഇതിൻ്റെ ടോപ്പ് വീതി എന്ന് പറയുന്നത് 210 സെൻറ്റിമീറ്ററാണ് നമുക്ക് ഈ മോഡൽ വണ്ടിയുടെ ഒറിജിനൽ വീതി, ടോപ്പ് വീതി. സെഡോണിന് വരുമ്പോൾ നമുക്ക് അതിൽ കൂടുതലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ സൈഡ് കർവ്, അതായത് ഗ്ലാസിൻ്റെ കർവ് ഈ മോഡൽ വണ്ടിക്ക് കൂടുതലാണ്. കണ്ടോ, ബാക്കിൽ നോക്കി അറിയാം, ഇതിൻ്റെ കർവ് ഇവിടെ കൂടുതലാണ്. സെഡോണിന് അത്രയും കർവില്ല, അതുകൊണ്ട് തന്നെ ടോപ്പ് കുറച്ചുകൂടെ വീതി ഉണ്ടാവും. ഓക്കെ, ഇങ്ങനെയാണ് ഈ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽസ് നമുക്ക് വരുന്നത്. പിന്നെ ഇതിൻ്റെ പലരും ചോദിക്കുന്നൊരു ഡീറ്റെയിലും കൂടെ പറയാം. ഇതിൻ്റെ ഒരു ഗ്രിൽ പോർഷൻ, അതായത് ഫ്രണ്ട് കൗളിൻ്റെ പോർഷൻ നമുക്ക് എല്ലാ വണ്ടിയുടെയും വരുന്ന പോലെ തന്നെ 13 സെൻറ്റിമീറ്റർ വരുമ്പോൾ നമുക്ക് 6 സെൻറ്റിമീറ്റർ പൊക്കമാണ് വരുന്നത്. അതിൽ തന്നെ ഈ ഒരു ഗ്രിൽ ആണോ, ബ്ലാക്ക് കളറിലെ ഗ്രില്ല് വരുന്നത് നമുക്ക് കറക്റ്റ് പറഞ്ഞാൽ 6.2 സെൻറ്റിമീറ്റർ നീളവും 1 സെൻറ്റിമീറ്റർ പൊക്കമാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഈ ഒരു നമ്മൾ പൊക്കി വെക്കുന്ന ഒരു പോർഷനുണ്ട് ഇവിടെ, ഈ ഒരു എഴുത്ത് വന്നിരിക്കുന്നത് കണ്ടോ, അതിൻ്റെ നീളമെന്ന് പറയുന്നത് കറക്റ്റ് 7.4 സെൻറ്റിമീറ്റർ നീളവും 1.2 സെൻറ്റിമീറ്റർ പൊക്കമാണ് വന്നിരിക്കുന്നത്. പിന്നെ ഓൾറെഡി ഗ്ലാസ് നിങ്ങൾക്കറിയാം, ഗ്ലാസിൻ്റെ ഇത് നമുക്ക് 7.8 സെൻറ്റിമീറ്റർ പൊക്കമാണ് ഗ്ലാസ്സിൽ വന്നിരിക്കുന്നത്. ഇത് മാത്രമാണ് നമ്മുടെ മറ്റുള്ള ബസ്സിൻ്റെ ഇതിൻ്റെ അകത്തുനിന്ന് വ്യത്യാസം വരുന്നുള്ളൂ അളവുകളുടെ. അതുപോലെ ബാക്ക് ഗ്ലാസിൻ്റെയും കൂടെ വേണമെങ്കിൽ ഞാൻ അളവ് പറയാം. ബാക്ക് ഗ്ലാസിൻ്റെ ടോപ്പ് വീതി 9.4, ബോട്ടം വീതി നമുക്ക് 8.8 സെൻറ്റിമീറ്ററുമാണ്. സെൻറ്റർ പൊക്കം എന്ന് പറയുന്നത് 3.5 സെൻറ്റിമീറ്ററും എഡ്ജ് പൊക്കം എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്ററുമാണ്. പിന്നെ നമ്മുടെ ബാക്കിൻ്റെ ടോട്ടൽ പൊക്കം എന്ന് പറയുന്നത് 13.6 സെൻറ്റിമീറ്റർ പൊക്കമാണ്. നമുക്ക് വണ്ടിക്ക് ടോട്ടലായിട്ട് വന്നിരിക്കുന്ന പൊക്കം എന്ന് പറയുന്നത് 14.2 സെൻറ്റിമീറ്റർ. ഇതാണ് വണ്ടിയുടെ അളവുകൾ. ബാക്കി നിങ്ങൾക്കറിയാം, ടയറിൻ്റെ സൈസ് 5 സെൻറ്റിമീറ്ററാണ് ഔട്ടർ ഡയ ഇത് വരുന്നത്. ബാക്കിയെല്ലാം നമ്മൾ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ സെഡോണിൻ്റെയൊക്കെ മുൻകാല എൻ്റെ മറ്റുള്ള വീഡിയോകൾ കണ്ടിട്ടുള്ളവർക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു മോഡലിൻ്റെ അളവുകൾ കിട്ടും. ഈ ഒരു ഇതിൻ്റെ അകത്ത് വന്ന വ്യത്യസ്തമായ അളവുകൾ മാത്രമാണ് ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ബാക്കി എല്ലാ ഡീറ്റെയിൽസും അതിൻ്റെ അകത്തുണ്ട്. ഓക്കെ.
അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ വണ്ടിയുടെ അത്യാവശ്യ അളവുകൾ, അതായത് നിങ്ങൾക്ക് മിനിയേച്ചർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് വേണ്ടുന്ന കൃത്യമായ അളവുകൾ ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് എടുത്ത് ഒന്നുകൂടി പറയുകയാണ്, നിങ്ങൾ ഈ ഒരു മോഡൽ വണ്ടികൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഫുൾ അളവുകൾ എന്ന് പറയുന്നത് പ്രകാശിൻ്റെ അല്ലെങ്കിൽ അശോക് ലൈലാൻഡിൻ്റെ വൈക്കിംഗ് 210 ചേസിൽ വരുന്ന മോഡൽ വണ്ടിയുടെ അളവുകൾ ഇതിനു മുൻപ് സെഡോണിൻ്റെയൊക്കെ അളവുകളായിട്ട് ഞാൻ പല പാർട്ടുകളായിട്ട് എൻ്റെ വീഡിയോകൾ ഇട്ടിട്ടുണ്ട്. അതേ അളവുകളും നീളവും വീതിയും ഒക്കെ തന്നെയാണ് 13 സെൻറ്റിമീറ്ററിൽ നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ പൊക്കം മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ ആ പൊക്കം ഡീറ്റെയിൽസ് ഞാനിപ്പോൾ ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ വണ്ടി പാക്ക് ചെയ്യാം. അതിനായിട്ട് ഞാനൊരു ബോക്സൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ ബ്ലാക്ക് ഫോറക്സ് ഷീറ്റിൽ തന്നെയാണ് ബോക്സ് ചെയ്തിരിക്കുന്നത്. നമ്മൾ മുൻപ് ചെയ്തതുപോലെ തന്നെ ഇതുണ്ടോ, നല്ല അടിപൊളിയായിട്ട് 58 സെൻറ്റിമീറ്റർ നീളത്തിലാണ് നമ്മൾ ഈ ഒരു ബോക്സ് ചെയ്തിരിക്കുന്നത്. കണ്ടോ? അപ്പോൾ ഇതിന് നമ്മളൊരു കവറും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ വണ്ടി കറക്റ്റ് സീറ്റിംഗ് ആയിട്ട് ബാക്ക് ടയർ ഇതിൻ്റെ അകത്തും ഫ്രണ്ട് ടയർ ഇതിൻ്റെ അകത്തും കറക്റ്റായിട്ട് ഇരിക്കും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി നീങ്ങത്തില്ല, കറക്റ്റായിട്ട് ഇരിക്കും. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഒരു പാക്ക് ചെയ്യുന്നതിന് മുമ്പിലുള്ള ഒരു സീൻ നിങ്ങൾക്ക് കാണിക്കാം. ആ കളർഫുള്ളായിട്ട് ഇപ്പോഴാണ് അതിൻ്റെ ശരിക്കും കളറ് നിങ്ങൾക്ക് വ്യക്തമാകുന്നുള്ളൂ. കാരണം ഒരു പിങ്ക് റെഡ് മെറൂൺ കോമ്പിനേഷൻ കളറാണ് വരുന്നത്. കണ്ടോ? ഇതാണ് അതിൻ്റെ ഒറിജിനൽ ഫിഗർ. ഇപ്പം മുമ്പേ കുറച്ചുകൂടെ വെളിച്ചത്തിരുന്നപ്പോൾ ഇങ്ങനെ ഇത്രയും കളർ തോന്നുന്നില്ല. ഇപ്പോഴാണ് കുറച്ചുകൂടെ ലൈറ്റത്ത് തോന്നുന്നതെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് അത്യാവശ്യം ഡീറ്റെയിൽഡായിട്ട് തന്നെ വണ്ടി ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ലൈറ്റ് ഫിറ്റിങ്സ് ഒന്നുമില്ല, കാരണം ലൈറ്റ് ഫിറ്റിങ്സോടുകൂടി ചെയ്യുന്ന ഒരു മോഡലായിട്ടല്ല ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ലൈറ്റ് ഫിറ്റിങ്സ് ഒഴിവാക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബാക്കി എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവനെ എടുത്ത് ബോക്സിൽ വെക്കാം. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ വണ്ടി നമ്മുടെ ബ്ലാക്ക് ബോക്സ് നമ്മുടെ പാക്ക് ചെയ്യുന്ന ബോക്സിലേക്ക് നമ്മൾ കയറ്റുകയാണ്, എന്നിട്ട് പാക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഞാനിന്ന് വൈകുന്നേരം പിറവം പോയി ഗോൽമേൽ ബ്രോയുടെ വീട്ടിൽ കൊണ്ട് അദ്ദേഹത്തിന് കൊടുക്കാനാണ്. അദ്ദേഹം നാളെ കഴിഞ്ഞ് തിരികെ ഗൾഫിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് അദ്ദേഹത്തിന് കൊടുക്കാനാണ്. അപ്പോൾ എന്തായാലും ഞാൻ പാക്ക് ചെയ്യുന്നൊന്ന് കാണിക്കാം. നമ്മുടെ വണ്ടി ഞാൻ എടുക്കുകയാണ്. 13 സെൻറ്റിമീറ്റർ വീതിയാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ബാക്ക് വീലിൻ്റെ പോർഷനും ഫ്രണ്ട് വീലിൻ്റെ പോർഷനും ഉണ്ട്. അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് അതിലോട്ട് ഇറക്കി വെക്കുകയാണ്. ഉണ്ടോ? അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് വണ്ടി അതിൽ സീറ്റിംഗ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് സൈഡിലും കൃത്യമായ ഗ്യാപ്പും ഉണ്ട്, ഫ്രണ്ടിലും ബാക്കിലും കൃത്യമായ ഗ്യാപ്പുണ്ട്. ഇനി ഇത് ഫ്രണ്ടിലോട്ടോ ബാക്കിലോട്ടോ ആണെങ്കില്ല. കണ്ടോ? കറക്റ്റ് സീറ്റിംഗ് ആണ്. പിന്നെ നമ്മളിത് വെച്ച് കവർ ചെയ്ത് ഒരു ടേപ്പ് ഒട്ടിച്ച് ക്ലിയർ ചെയ്യാം. ഓക്കെ. അപ്പം നമുക്ക് വീണ്ടും നമ്മളുടെ ഒരു വർക്ക് ചെയ്ത് ഫിനിഷ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ഈ ഒരു വീഡിയോ കണ്ട് എല്ലാവർക്കും ഇത് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ അളവുകളും ഡീറ്റെയിൽസ് എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഓക്കെ. അപ്പോൾ അടിപൊളി വീഡിയോകളായിട്ട് ഇനിയും വരാം. അപ്പോൾ ജയപാൽ സുമാരൻ. ഓക്കെ, മറക്കണ്ട. ഫ്രണ്ട്സ്, ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഗോൽമേൽ ബ്രോയുടെ വീട്ടിലാണ്. അപ്പോൾ നമ്മൾ രാവിലെ കണ്ട വണ്ടി ഇപ്പോൾ അതിന് കൊടുക്കാൻ വേണ്ടി പോകുന്നു. അപ്പോൾ ഇദ്ദേഹം എനിക്ക് തന്ന ഓർഡറാണ്. ഇപ്പോൾ ഏകദേശം നമ്മൾ ഒരു മാസം മുകളിലായി അല്ലേ? അപ്പോൾ നാട്ടിൽ വന്നിട്ട് 2 മാസം. അപ്പോൾ അദ്ദേഹം നാളെ കഴിഞ്ഞ് പോവുകയാണ്. നാളെ കഴിഞ്ഞ് തിരികെ പോവുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. കൊടുക്കാൻ ഈ വണ്ടിയെക്കുറിച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ അറിയാനുണ്ട്. ഇത് ശരിക്കും ബ്രോയുടെ പിന്നെ നിങ്ങളുടെ തന്നെ വണ്ടിയായിരുന്നു അല്ലേ? നിങ്ങൾ എടുത്ത വണ്ടിയാണ്. ഇപ്പൊ നിന്റെ ഇല്ല വണ്ടിയില്ല. ഈ
ഡിസൈനിൽ തന്നെ ആയിരുന്നു ഡിസൈൻ വണ്ടി? തന്നെയായിരുന്നു. ഉണ്ടായിരുന്നു. ഇതിന്റെ ലിവറി ഉണ്ടായിരുന്നില്ല. ഞാൻ ഫോട്ടോ ചേർന്ന് അയച്ചു. അല്ല, ഇത് നമ്മൾ കൊടുക്കുമ്പോഴും ഈ ലിവറി കളർ കോഡായിട്ട് ആയിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. അദ്ദേഹം ഹാപ്പിയാന്ന് വിചാരിക്കുന്നു. ഞാൻ ഫോട്ടോ കണ്ടിട്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്ക് അയച്ചു തന്ന ഫോട്ടോ വെച്ചിട്ടാണ് ചെയ്തത്. അത് വെച്ചിട്ട് കറക്റ്റ് നമ്മൾ ആ മോഡൽ ചെയ്തതാണ്. പഴയ മോഡലായതുകൊണ്ട് കുറച്ചുകൂടെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. താങ്ക് യു.